അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ രാവിലെ ഞാൻ സ്ഥലം വരെ ഇറങ്ങണേണ്, വേറെ എങ്ങുമല്ല, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനാണ് പോണത്. അപ്പോൾ അതൊരു 3 മാസം കൂടെ ടെസ്റ്റ് ചെയ്യണതാണ് എനിക്ക്. അപ്പോൾ ഇപ്പോൾ ഒത്തിരി നാളായി ചെയ്തിട്ട്, ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞ്. അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയുണ്ട്, ഒരു 5 മിനിറ്റ് നടന്നു പോയാൽ മതി. ഇപ്പം നമ്മൾ ലാബിലൊക്കെ പോയി ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ഇതാ അടുക്കളയിലെ ജോലികളൊക്കെ കയറിയിരിക്കണം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണല്ലോ, ഇന്ന് ഞായറാഴ്ചയാണെങ്കിലും ഇവിടെ സ്പെഷ്യലായിട്ടൊന്നും കണ്ടിട്ട് നല്ല ജോലി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ പിള്ളേർ എഴുന്നേറ്റ് വന്നു. അപ്പോൾ പിള്ളേർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ലേറ്റായിട്ടാണ് അവർ എഴുന്നേക്കുള്ളൂ. എല്ലാ ദിവസവും അവർ നേരത്തെ എണീക്കണമായിരുന്നു. സൺഡേ ആയതുകൊണ്ട് കുറച്ച് വൈകിയൊക്കെയാണ് എഴുന്നേക്കുള്ളൂ. അപ്പം മണി 8 പോണു. അപ്പം ഞാനിതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുണ്ടാക്കാം. അപ്പോൾ ഇടിയപ്പം അടുപ്പത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇടിയപ്പം വെന്ത് കഴിഞ്ഞാൽ അതെനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, പച്ചക്കറി കുറച്ച് വഴറ്റി വെച്ചേക്കാൻ എടുത്ത് ഒരു പച്ചമുളക് കൂടിയിട്ട് നെയ്ക്കകത്തൊന്നും കൂടി വാട്ടിയിട്ട് 2-3 ഇടിയപ്പം എടുത്ത് വെച്ചിട്ടുണ്ട്. 2-3 അല്ല കേട്ടോ, 2 എടുത്തുള്ളൂ. ആ 2 ഇടിയപ്പം കൂടി പിച്ച് പറിച്ച് അതിൻ്റെ അകത്തോട്ട് ഇട്ട്, അപ്പോൾ നൂഡിൽസ് പോലെ ഇരിക്കുമല്ലോ എന്ന് ഓർത്തുകൊണ്ട്. അപ്പോൾ വെജിറ്റബിൾസും ആകും. നമുക്ക് അരിയുടെ അങ്ങനെ രാവിലെ കഴിക്കാറില്ല, ഇന്ന് ഏതായാലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ കഴിക്കാമെന്ന് ഓർത്തുകൊണ്ട്. അപ്പോൾ കപ്പലണ്ടി ഇടാമെന്ന് ഓർത്തത്. അപ്പോൾ കപ്പലണ്ടി ചീത്തയായിരിക്കണോണ്ട് കടല വേവിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഇടിയപ്പത്തിന് കടലക്കറി ആയിരുന്നു. അപ്പോൾ അതൊക്കെ അതാ റെഡിയാക്കി എല്ലാം കൂടി ഇളക്കി കുട്ടി ഒരു നൂഡിൽസ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അരിയാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാം എടുത്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇങ്ങനെ എടുത്തിട്ട്. അപ്പോൾ കഴിക്കാനിരിക്കുക, കഴിക്കാനിരുന്നപ്പോൾ ദാഹിച്ച് കൂടെ എണീറ്റ് വന്ന്. അപ്പോൾ അതിൽ നിന്ന് പോളിയോ കഴിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അതിന് ഒരുങ്ങിയിരിക്കുക കാണാം.